ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഓരോ ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഒപ്പം അതിൽ നിന്ന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പാർട്ട് 1ഉം 2ഉം 3ഉം ഒപ്പം ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് റിവീൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അത് കാണുക. കാരണം അതിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ട്രിക്സും പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, കൺസെപ്റ്റ്സ് എന്താണെന്ന് തറോ ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണണം കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്റർ 2 ഫസ്റ്റ് ടോപ്പിക്കായ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ പഠിക്കാം. ആദ്യം ഇലക്ട്രോൺ എങ്ങനെയാണ് ഡിസ്കവേർഡ് ആയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇതാണ് കേട്ടോ ഡിസ്ചാർജ് ട്യൂബ്. ഈ ഡിസ്ചാർജ് ട്യൂബിൽ കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്, ഹൈ വോൾട്ടേജ് സോഴ്സ് അതിൽ കണക്റ്റഡ് ആണ്. പിന്നെ ഇതൊരു പാഡിൽ വീലാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ വല്ല മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു വരുമ്പോൾ നമ്മൾ പറയാം അതിനെ പറ്റിയിട്ട്. പാഡിൽ പിന്നെ ഒരു വാക്യൂം പമ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അണ്ടർ നോർമൽ കണ്ടീഷൻസ് ഓഫ് പ്രഷർ ഗ്യാസസ് ആർ പുവർ കണ്ടക്ടേഴ്സ്. അതായത് പ്രഷർ സാധാ കണ്ടീഷൻസിൽ വയ്ക്കുകയാണെങ്കിൽ ഗ്യാസസ് പുവർ കണ്ടക്ടേഴ്സ് ആണ്. ഇനി ഓൺ റെഡ്യൂസിങ് ദ പ്രഷർ ദ ഗ്യാസസ് ബിക്കം കണ്ടക്ടിങ്. പ്രഷർ ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓൺ റെഡ്യൂസിങ് ദ പ്രഷർ ടു 10⁻² atm ദ ബിഗാൻ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഒന്നും കൂടി പ്രഷറിനെ റെഡ്യൂസ് ചെയ്ത് 10⁻² atm ആക്കുമ്പോൾ അവർ ലൈറ്റിൻ്റെ ഫോമിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രിസിറ്റി ലൈറ്റിൻ്റെ ഫോമിൽ 10⁻² atmലേക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓൺ ഫർദർ റെഡ്യൂസിങ് ദ പ്രഷർ ടു 10⁻⁴ atm ദ വാൾസ് ഓഫ് ദ ഡിസ്ചാർജ് ട്യൂബ് ബിഗാൻസ് ടു ഗ്ലോ വിത്ത് ഗ്രീനിഷ് ലൈറ്റ് കോൾഡ് ഫ്ലൂറസൻസ്. This is due to certain invisible rays that are originating from cathode and moving towards the anode. These rays are known as cathode rays. Cathode rays consist of negatively charged particles. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10⁻⁴ atmത്തിലേക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്തപ്പോൾ ആ ഡിസ്ചാർജ് ട്യൂബിൻ്റെ വാൾസ് എല്ലാം ഒരു ഗ്രീനിഷ് ലൈറ്റ് കൊണ്ട് ഗ്ലോ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ റീസൺ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ സർട്ടൻ ഇൻവിസിബിൾ റേസ് ഉണ്ടായിരുന്നു. ഇൻവിസിബിൾ ആയിട്ടുള്ള ചില റേസ് ഉണ്ടായിരുന്നു. അത് കാഥോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ആനോഡിലേക്ക് പോകാൻ തുടങ്ങി. ആ ഇൻവിസിബിൾ റേസ് കാരണമാണ് ഇങ്ങനെ ഒരു ഗ്രീനിഷ് ലൈറ്റ് ഡിസ്ചാർജ് ട്യൂബിൽ വന്നതെന്നാണ് ഇവർ പറയണത്. ഓക്കെ, അപ്പോൾ ആ കാഥോഡ് റേസിൽ എന്തുണ്ടെന്നാണ് പിന്നെ അവർ പറയുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന് ഇവർ പേര് കൊടുത്തു ഇലക്ട്രോൺസ്. അപ്പോൾ കാഥോഡ് റേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, അതാണ് ഇലക്ട്രോൺസ്. ഇനി നമുക്ക് ഈ ഡയഗ്രാം വഴി എക്സ്പെരിമെൻ്റ് നോക്കാം. അപ്പോൾ കാഥോഡ് ഇതാണ് അല്ലേ, ആനോഡ് ഇതാണ്. അപ്പോൾ കാഥോഡിൽ നിന്ന് ഇൻവിസിബിൾ ആയിട്ടുള്ള റേസ് ആനോഡിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ അവിടെ ഒരു ഗ്രീനിഷ് ലൈറ്റ്, ഫ്ലൂറസൻസ് ലൈറ്റ് വന്നത്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് എന്ത്, കാഥോഡ് എന്ന് പറയുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇൻവിസിബിൾ റേസ് പോകുന്നുണ്ട്, അത് കാരണമാണ് ഇവിടെ ഇങ്ങനെ ഗ്രീനിഷ് ലൈറ്റ് വരുന്നതെന്ന്. അതും എപ്പോഴാണ് അത് വന്നത്? 10⁻⁴ atmത്തിലേക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്തപ്പോഴാണ്. പിന്നീട് അവർ കണ്ടുപിടിച്ചു ആ കാഥോഡ് റേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, അതാണ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. They travel in straight line and produce shadows of opaque objects placed in their path. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, അപ്പോൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലാണ് പോവുക. അവരുടെ ആ പോണ വഴിയിൽ വല്ല ഒപ്പേക്ക് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്പെറൻ്റ് അല്ലാത്തത്, അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അവർ ആ പോണ വഴിക്ക് ഈ ഒപ്പേക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഷാഡോസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തെ, they rotate a paddle wheel when placed in their path, which shows cathode rays consist of material particles. അങ്ങനെ അവർ പോണ വഴിയിൽ ഞാൻ പറഞ്ഞു ഒരു പാഡിൽ വീൽ ഉണ്ട്. അതെ, ആ പാഡിൽ വീല് അവരുടെ വഴിയിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാഥോഡ് റേസ് എന്തെങ്കിലും റേസോ എന്തെങ്കിലും മെറ്റീരിയൽ പാർട്ടിക്കിൾസ് പോകുന്നുണ്ടെങ്കിൽ അതുമ്മ തട്ടി അത് റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, എന്തെങ്കിലും ഒരു
മെറ്റീരിയൽ അല്ലാത്ത സാധനം അതുമ്പോൾ തട്ടി അത് റൊട്ടേറ്റ് ആവില്ല. സോ ഇങ്ങനെ പാഡിൽ വീൽ അവരുടെ ആ പാത്തിൽ വെച്ചപ്പോൾ, അവർ പോണ ആ വഴിക്ക് വെച്ചപ്പോൾ എന്തുണ്ടായി? കാഥോഡ് റേസിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉള്ള കാരണം അത് ആ പാഡിൽ വീലിനെ റൊട്ടേറ്റ് ചെയ്തു. So this shows that cathode rays consist of material particles. അതാണ് സെക്കൻഡ് പോയിന്റ്. They rotate a paddle wheel when placed in their path, which shows cathode rays consist of material particles. ഇനി മൂന്നാമത്തെ, they are deflected by electric field and magnetic field. അവർ ഇലക്ട്രിക് ഫീൽഡാലും മാഗ്നറ്റിക് ഫീൽഡാലും ഡിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. Since they deflect towards positive plates, they carry negative charge. അവർ പോസിറ്റീവ് പ്ലേറ്റ്സിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയത്. അപ്പോൾ അവർക്ക് എന്തുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? കാരണം നമ്മൾ ഓപ്പോസിറ്റ് ചാർജസ് ഉള്ളവർ കൂടിയാണ് അട്രാക്ട് ചെയ്യുക. സെയിം ചാർജസ് ഉള്ളവരെ റിപ്പൽ ചെയ്യും അല്ലേ? സെയിം ചാർജസ് ഉള്ളവർ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവർക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള കാരണമാണ് അവർ പോസിറ്റീവ് പ്ലേറ്റ്സിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡാലും മാഗ്നറ്റിക് ഫീൽഡാലും ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ദേ ക്യാൻ അയനൈസ് എ ഗ്യാസസ് ത്രൂ വിച്ച് ദേ പാസ്. അവർ പാസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഗ്യാസസ് ഉണ്ടോ അതിനെല്ലാത്തിനെയും അയനൈസ് ചെയ്യാൻ പറ്റും. അയനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ എഴുതി വെച്ചത് കേട്ടോ. അതായത് ഗ്യാസസിനെ അയോൺസ് ആക്കുക. എങ്ങനെയാണ്? മിക്കതും അവർ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തിട്ടാണ് അയോൺസ് ആക്കുക. അതിനെയാണ് അയനൈസ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസൻസ് ഓൺ ദ വാൾസ് ഓഫ് ദ ഡിസ്ചാർജ് ട്യൂബ്. അത് നമ്മൾ പഠിച്ചില്ല ഇപ്പോൾ തന്നെ. ആ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് റേസ് പോകുമ്പോൾ ഒരു ഗ്രീനിഷ് ലൈറ്റ് ആയിട്ടുള്ള ഫ്ലൂറസൻസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ടെന്ന് പഠിച്ചു. അപ്പോൾ അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ പോയിന്റ്, ദേ ക്യാൻ പെനിട്രേറ്റ് ത്രൂ തിൻ മെറ്റൽ ഫോയിൽസ്. അവർക്ക് തിന്നായിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള മെറ്റൽ ഫോയിൽസിലേക്ക് കൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകും. പെനിട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുളച്ച് കയറി പോകാൻ പറ്റും. They produce, ഇനി സെവൻത്ത് പോയിൻ്റാണ്, they produce X-rays when they fall on heavy metals like tungsten. ഹെവി മെറ്റൽസ് ആയിട്ടുള്ള ടങ്സ്റ്റണിലൊക്കെ അവർ വീഴുമ്പോൾ, ഈ റേസ് വീഴുമ്പോൾ അവർക്ക് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എട്ടാമത്തെ പോയിന്റ്, they produce heat when they fall on metal foils. ഇനി അവർ മെറ്റൽ ഫോയിൽസിലേക്കാണ് ഈ റേസ് പോകണമെങ്കിലോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹെവി മെറ്റൽസ് ആയിട്ടുള്ള ടങ്സ്റ്റണിലേക്ക് വീഴുകയാണെങ്കിൽ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യും. മെറ്റൽ ഫോയിൽസിലേക്ക് വീഴുകയാണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, all these properties shows cathode rays consist of highly energetic അല്ലെങ്കിൽ high energetic negatively charged particles called electrons. എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നത് എന്താ? കാഥോഡ് റേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള, ഹൈ എനർജറ്റിക് ആയിട്ടുള്ളതും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ പാർട്ടിക്കിൾസിനെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അവരെന്താ വിളിക്കണേ? ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് J.J.Thomson studied the deflection of these rays under simultaneous application of electric field and magnetic field. അപ്പോൾ ഈ റേസിൻ്റെ ഒക്കെ ഡിഫ്ലക്ഷൻ പഠിച്ചിരുന്നത് ആരാ? J.J.Thomson ആണ് കേട്ടോ അതൊക്കെ പറയണേ. അപ്പോൾ J.J.Thomson ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം ഇലക്ട്രിക് ഫീൽഡാണെങ്കിൽ അടുത്ത പ്രാവശ്യം മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ അപ്ലൈ ചെയ്തിട്ടാണ് ആൾക്ക് എന്ത് മനസ്സിലായത്? ഈ റേസ് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. ആർക്ക്? J.J.Thomson. ഫ്രം ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫ്രം ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ കാഥോഡ് റേസ് ഹി ഡിറ്റർമൈൻ ദ റേഷ്യോ ഓഫ് ചാർജ് ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് E/m വാല്യൂ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒക്കെ സ്ട്രെങ്ത്തൊന്നും കാഥോഡ് റേസിൻ്റെ ഡിഫ്ലക്ഷനിൽ നിന്നും ആൾക്ക് എന്ത് മനസ്സിലായി? ആളൊരു റേഷ്യോ കണ്ടുപിടിച്ചു. എന്തിൻ്റെ റേഷ്യോ? ഇലക്ട്രോണിൻ്റെ ചാർജ് ബൈ ഇലക്ട്രോണിൻ്റെ മാസ് ആയിട്ടുള്ള ഒരു റേഷ്യോ കണ്ടുപിടിച്ചു. അതിനാണ് E/m എന്ന് പറയുക. സാധാരണ ചാർജിൻ്റെ സിമ്പിൾ എന്താ? Q ആണ്. മാസിൻ്റെ എമ്മും. ഇവിടെ ഇലക്ട്രോണിൻ്റെ ചാർജ് ആയ കാരണം നമ്മൾ ഇടും. അപ്പോൾ E/m വാല്യൂ ആയി. ഓക്കെ, അപ്പോൾ E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ആൾക്ക് എന്താ കിട്ടിയത്? J.J.Thomson എന്താ കിട്ടിയത്? 1.76 × 10⁻11 കുളും പെർ കിലോഗ്രാം എന്ന് കിട്ടി. കുളും പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ യൂണിറ്റ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. അങ്ങനെയാണ് കുളും പെർ കിലോഗ്രാം കിട്ടിയത് കേട്ടോ. അപ്പോൾ E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ J.J.Thomson കണ്ടുപിടിച്ചു. ഇനി this value of E/m was found to be the same irrespective of the nature of the gas taken in the discharge tube. അതായത് ഡിസ്ചാർജ് ട്യൂബിൽ ഏത് തരത്തിലുള്ള ഗ്യാസ് വേണമെങ്കിലും എടുത്താലും E/m റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരുന്നു. E/m റേഷ്യോയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഏതൊരു ഗ്യാസ് എടുത്തോട്ടെ, ഏത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസ്, ഏത് നേച്ചറുള്ള ഗ്യാസ് എടുത്താലും E/m റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നു. ഇനി മില്ലിക്കൻ എന്ത് ചെയ്തു? മില്ലിക്കൻ വിചാരിച്ചു J.J.Thomson ഇങ്ങനെ E/m റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അതിൻ്റെ ചാർജ് കണ്ടുപിടിച്ചുകൂടാ?
ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്തു? ആൾ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നടത്തി, മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അതുവഴി ആൾ ചാർജിൻ്റെ, അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചു. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചിട്ട് ആൾക്ക് എന്ത് വാല്യൂ കിട്ടി? E = 1.6 × 10⁻⁻19 കൂളംബ് എന്ന് കിട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വാല്യൂ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ E കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് E/m റേഷ്യോ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മാസ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അത് കണ്ടുപിടിച്ചു. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് E/E/m. അപ്പോൾ 1.6 × 10⁻⁻19 / 1.76 × 10⁻11. അതാര് കണ്ടുപിടിച്ചത്? J.J.Thomson. അത് വെച്ചിട്ട് ആൾക്ക് എന്ത് കിട്ടി? 9.1 × 10⁻31 kg, അല്ലെങ്കിൽ × 1000 ചെയ്താൽ ഗ്രാമിലേക്ക് കിട്ടും അല്ലേ? 9.1 × 10⁻28 ഗ്രാം എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ മാസ് ഓഫ് ഇലക്ട്രോൺ എന്തായി? 9.1 × 10⁻31 കിലോഗ്രാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് കിലോഗ്രാം, അതുകൊണ്ടാണ് അതൊരു പെട്ടിയിലാക്കി വെച്ചാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഈ മാസും ഈ ചാർജും നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരും. ഓക്കെ, thus electron is a fundamental particle in an atom which carry 1 unit negative charge and mass equal to 1/837 times that of hydrogen. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിനെ ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആക്കി, അടിസ്ഥാന ഒരു പാർട്ടിക്കിളാക്കി, ബേസിക് പാർട്ടിക്കിളാക്കി ആറ്റത്തിൽ. അതിന് എന്തുണ്ട്? ഒരു യൂണിറ്റ് നെഗറ്റീവ് ചാർജും മാസ് ഹൈഡ്രജൻ്റെ 1/1837 ടൈംസും ആണെന്ന് നമ്മൾ ഇതിൽ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. അതാരെ ഡിസ്കവർ ചെയ്തത്? ഗോൾഡ്സ്റ്റീൻ. ഓക്കെ, ഗോൾഡ്സ്റ്റീൻ കണ്ടക്ടഡ് ദ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് യൂസിങ് പെർഫറേറ്റഡ് കാഥോഡ്. പെർഫറേറ്റഡ് കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹോൾസുള്ള കാഥോഡ് യൂസ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ഗോൾഡ്സ്റ്റീൻ കണ്ടക്ട് ചെയ്തത്. On reducing the pressure, he noticed another types of rays which are coming from the side of anode and moving towards cathode. He called these rays as anode rays or canal rays. അപ്പോൾ ആള് പെർഫറേറ്റഡ് കാഥോഡ് യൂസ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് അല്ലേ? ആര്? ഗോൾഡ്സ്റ്റീൻ. അപ്പോൾ ആൾ എന്ത് ചെയ്തു? ഇവിടെയും ആൾ പ്രഷർ റിഡ്യൂസ് ചെയ്തു. അങ്ങനെ പ്രഷർ റിഡ്യൂസ് ചെയ്തപ്പോൾ ആൾക്ക് എന്ത് കിട്ടി? ആൾ വേറൊരു ടൈപ്പ് ഓഫ് റേസ് ആനോഡിൽ നിന്ന് വന്ന് കാഥോഡിലേക്ക് പോണ കണ്ടു. എന്നിട്ട് ആൾ ഈ റേസിനെ എന്ത് വിളിച്ചു? ആനോഡിൽ നിന്ന് വരുന്ന കാരണം ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് വിളിച്ചു. ഇവിടെ the value of E/m was found to depend upon the nature of gas taken in the discharge tube. നേരത്തെ നമ്മൾ J.J.Thomson's കാര്യത്തിൽ പറഞ്ഞപ്പോൾ E/m റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഗോൾഡ്സ്റ്റീൻ്റെ ആനോഡ് റേസിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ E/m റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ ഏത് ഗ്യാസ് എടുക്കണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് E/m റേഷ്യോ ഉണ്ടാവുന്നത്. സോ ദ വാല്യൂ ഓഫ് E/m റേഷ്യോ വാസ് മാക്സിമം വെൻ ഹൈഡ്രജൻ ഇസ് ടേക്കൺ. ഹൈഡ്രജൻ എടുത്തപ്പോഴാണ് മാക്സിമം E/m റേഷ്യോ കിട്ടിയത്. എന്തായിരിക്കും കാരണം? ഹൈഡ്രജൻ്റെ മാസ് വളരെ കുറവല്ലേ? മാസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിൻ്റെ വാല്യൂ ചെറുതായ റേഷ്യോ വലുതാവും. അപ്പോൾ മാസ് ഹൈഡ്രജനാണ് ഏറ്റവും കുറവ് അല്ലേ? അപ്പോൾ റേഷ്യോ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഗ്യാസായിട്ട് എടുത്തപ്പോഴാണ്. That is, the particles found when the hydrogen are lightest and the lightest positively charged particles are known as proton. അപ്പോൾ അവരെന്ത് ചെയ്തു? പാർട്ടിക്കിൾസ് ഹൈഡ്രജനിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ് ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? മാസ് അധികം ഇല്ല, അപ്പോൾ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ലൈറ്റസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അവരെന്ത് വിളിച്ചു? പ്രോട്ടോൺ എന്ന് വിളിച്ചു. അങ്ങനെയാണ് നമ്മുടെ പ്രോട്ടോൺ നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ E/m റേഷ്യോ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? 9.38 × 10⁻7 കൂളംബ് പെർ കിലോഗ്രാം. ഇനി charge on proton is found to be equal in magnitude to that of electron, but it is positively charged. E-ൻ്റെ പറയുന്നത് 1.6 × 10⁻⁻19 കൂളും. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിന് ഈക്വൽ ആണ്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മാഗ്നിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈക്വൽ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതായത് വാല്യൂ സെയിം ആണ്. പക്ഷേ സൈൻ ഇലക്ട്രോണിന് നെഗറ്റീവും പ്രോട്ടോണിന് പോസിറ്റീവും ആണ്. ഓക്കെ, അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ മാസ് ഓഫ് പ്രോട്ടോൺ എഴുതുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ m = E/m. E എന്താ? 1.6 × 10⁻⁻19. നമ്മൾ ജസ്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൈൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സൈൻ നെഗ്ലക്റ്റ് ചെയ്യാം. 19/9.38 × 10⁻7. m = 1.67 × 10⁻27 കിലോഗ്രാം അല്ലെങ്കിൽ 1.67 × 10⁻24 ഗ്രാം. ഓക്കെ, അതാണ് പ്രോട്ടോണിൻ്റെ മാസ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. Thus, proton is a fundamental particle of an atom carrying 1 unit positive charge and mass equal to that of hydrogen. അപ്പോൾ പ്രോട്ടോണിയം അങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആക്കി ആറ്റത്തിൻ്റെ. അതിനെന്തുണ്ട്? അതിന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജും ഉണ്ട്,
മാസ് ഹൈഡ്രജൻ്റെ മാസിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആയിരുന്നു. മാസ് ഹൈഡ്രജനേക്കാട്ടും 1/1837 ടൈംസ് ആയിരുന്നു. ഇവിടെ നമ്മുടെ ചാർജ് പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഈക്വൽ ആണ്. ഇനി J.J. തോംസൺസ് ആറ്റം മോഡൽ, പ്ലം പുഡിംഗ് മോഡലിൽ നിന്നും വാട്ടർമെലൺ മോഡലിൽ നിന്നും റേസിൻ പുഡിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, അക്കോർഡിംഗ് ടു J.J. Thomson, an atom consists of positively charged sphere in which negatively charged electrons are embedded. അപ്പോൾ J.J. തോംസൻ്റെ പ്രകാരം ആളുടെ അക്കോർഡിംഗ് എന്താ, ആറ്റത്തിൽ പോസിറ്റീവ്ലി ചാർജ് സ്പിയർ ഉണ്ട്, അതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ എംബെഡ് ചെയ്ത് കിടക്കും, ലൈക്ക് എ വാട്ടർമെലൺ. ഓക്കെ, അപ്പോൾ J.J. തോംസൺ പറയുന്നത് അതാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പിയറിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. തോംസൺസ് ആറ്റം മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ മെനി ഓഫ് ദി എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ. പക്ഷേ ആളുടെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനൊന്നും ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ലേ ഈ തോംസൻ്റെ ആറ്റം മോഡലിന്. അങ്ങനെ നമ്മുടെ എന്ത് വന്നു, ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. അടുത്ത ടോപ്പിക്, ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത്. ജെയിംസ് ചാഡ്വിക് എസ്റ്റാബ്ലിഷ് ദ പ്രസൻസ് ഓഫ് ന്യൂട്രോൺ പാർട്ടിക്കിൾസ് ബൈ സ്റ്റഡി ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോൾ ജെയിംസ് ചാഡ്വിക് ന്യൂട്രൽ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചത് ന്യൂക്ലിയർ റിയാക്ഷൻസ് വഴിയാണ്. He bombarded Beryllium nucleus with alpha particles. ആള് ബെർലിയൻ ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിൾസ് ആയിട്ട് ബോംബാർഡ് ചെയ്തു. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹീലിയം ആറ്റംസ് ആയിട്ട്, അത് മനസ്സിലാക്കി വെക്കണം, ഉറപ്പായിട്ട് മനസ്സിലാക്കി വെക്കണം, 12th ആവശ്യം വരും. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹീലിയം ആറ്റമാണ്. അപ്പോൾ ആള് ബെർലിയം ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിൾസ് ആയിട്ട് ബോംബാർഡ് ചെയ്തു. അപ്പോൾ ആൾക്ക് എന്ത് കിട്ടി? അലോങ് വിത്ത് ദ സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ഹി ഒബ്സർവ്ഡ് അനദർ പാർട്ടിക്കിൾ വിച്ച് ക്യാരി നോ ചാർജ് ആൻഡ് മാസ് ഈക്വൽ ടു ഹൈഡ്രജൻ. അപ്പോൾ അങ്ങനെ ആള് ബെർലിയൻ ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിൾസും കൂടി ബോംബാർഡ് ചെയ്തപ്പോൾ ആൾക്ക് കാർബണിൻ്റെ സ്റ്റേബിൾ ഐസോട്ടോപ്പ് കിട്ടി. അതിൻ്റെ അപ്പോൾ ആൾ ഒബ്സർവ് ചെയ്തു വേറൊരു പാർട്ടിക്കിളും കൂടി വരുന്നുണ്ട്. ആ പാർട്ടിക്കിളിന് വെച്ചാൽ ചാർജ് ഇല്ല, പക്ഷേ ഹൈഡ്രജൻ്റെ ഈക്വൽ ആയിട്ടുള്ള മാസ് ഉണ്ട്. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ആ സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ ന്യൂട്രോൺ എന്ന് പേരിട്ടു. മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ്റെ മാസിന് ഈക്വലാണ് 1.67 × 10⁻⁻27 കിലോഗ്രാം, അല്ലെങ്കിൽ 1.67 × 10⁻⁻24 ഗ്രാം. എന്നിട്ട് ആളെന്ത് പറഞ്ഞു, ന്യൂട്രോണും ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ്, ചാർജൊന്നുമില്ല, മാസ് ഹൈഡ്രജൻ ഈക്വലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിൻ്റെ കാര്യം എന്തായിരുന്നു, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജില്ല. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ 1/1837 ടൈംസ് ആണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നതും ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നതും ഹൈഡ്രജൻ്റെ മാസിന് ഈക്വലാണ്. അപ്പോൾ ഇതായിരുന്നു ആ ഇക്വേഷൻ. ബെർലിയം ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിൾസും കൂടി ബോംബാർഡ് ചെയ്തപ്പോൾ കിട്ടിയത് സ്റ്റേബിൾ ഐസോട്ടോപ്പായ കാർബണും അതിൻ്റെ ഒപ്പം ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് ചാർജൊന്നും ഇല്ലാണ്ട് ഹൈഡ്രജൻ്റെ മാസിന് ഈക്വൽ ആയിട്ടുള്ള മാസുള്ള ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളായിട്ടുള്ള ന്യൂട്രോണാണ് അവർക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Canal rays were discovered by discharge tube experiments conducted in a modified cathode ray. Give any two characteristics of canal rays. അപ്പോൾ August 2014 ചോദിച്ച ചോദ്യമാണ്. കനാൽ റേസ് എന്ന് പറഞ്ഞാൽ എന്താ, ആനോഡ് റേസ്. അതാരാ കണ്ടുപിടിച്ചത്, ഗോൾഡ്സ്റ്റീൻ. അപ്പോൾ നീ നോക്കാം, രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയാനാണ് പറഞ്ഞത് കനാൽ റേസിൻ്റെ. നേച്ചർ ഓഫ് കനാൽ റേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ കാഥോഡ് റേ ട്യൂബ്. അപ്പോൾ കനാൽ റേൻ്റെ നേച്ചർ അറിയണമെങ്കിൽ കാഥോഡ് റേ ട്യൂബിൽ ഗ്യാസ് ഏത് നേച്ചറിലാണോ ആ നേച്ചറിലായിരിക്കും കനാൽ റേസ്. ഇനി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഗേഷ്യസ് അയോൺസ് ആണ്, പറഞ്ഞു അല്ലേ, ഇൻവിസിബിൾ ആണ്. ദേ ആർ ഇൻവിസിബിൾ ആൻഡ് ക്യാൻ ബി ഒബ്സർവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലൂറസെൻറ്റ് ഓർ ഫോസ്ഫോറസെൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അവർ ഇൻവിസിബിൾ ആണ്, അവരെ കാണണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോറസെൻറ്റ് മെറ്റീരിയൽസ് വേണം. ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ മതി, പക്ഷേ എന്നാലും നിങ്ങൾ ഈ 3 പോയിൻ്റ് പഠിച്ചു വെച്ചോളൂ. ഇനി അടുത്തത്, കാഥോഡ് റേസ് ആർ റേസ് മൂവിങ് ഫ്രം കാഥോഡ് ടു ആനോഡ്. ഗീവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. ജൂലൈ 2017 ചോദിച്ചതാണ്. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഥോഡ് റേസിൻ്റെ. അപ്പോൾ അതിൽ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു 2 എണ്ണമാണ് ചോദിച്ചത്, പക്ഷേ നിങ്ങൾ മിനിമം ഒരു 5 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക. 5-6 എണ്ണം പഠിച്ചു വെക്കുക, നല്ല ഗുണം ഉണ്ടായിരിക്കും. 5 എണ്ണം 6 എണ്ണമൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്കിനിയിപ്പോൾ അഥവാ ഒരു 5 പ്രോപ്പർട്ടീസ് ചോദിക്കാറില്ല, പക്ഷെ എന്നാലും ചോദിച്ചാൽ എഴുതാറിയണം. ഓക്കെ, ഇനി അടുത്തത് റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അങ്ങനെയാണ് നമ്മുടെ ഡിസ്കവറി ഓഫ് ന്യൂക്ലിയസ് വരുന്നത്. ന്യൂക്ലിയസ് എങ്ങനെയാണ് ഡിസ്കവേർഡായി നോക്കാം. റൂദർഫോർഡാണ് അതിന് കാരണം.
ഇതാണ് ആ ഡയഗ്രം. ഡയഗ്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് പോയിന്റ്സ് എന്നാ നോക്കാം. In order to find the arrangement of electron and neutron of an atom, Rutherford conducted a series of experiments known as Rutherford's alpha ray scattering experiment. അപ്പോൾ ഇലക്ട്രോണും ന്യൂട്രോണും എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് റൂദർഫോർഡ് കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തി. ആ എക്സ്പെരിമെൻറ്റ്സിനെയാണ് റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഡയഗ്രാണ് ഇവിടെ തന്നേനെ കേട്ടോ. He bombarded alpha particles with thin gold foil. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിനും തിൻ ഗോൾഡ് ഫോയിലിനെയും കൂടിയിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു. ആൽഫ പാർട്ടിക്കിൾസിനെ തിൻ ഗോൾഡ് ഫോയിലായിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു. അതാണ് ഇവിടെ ചെയ്യണത്. ഇതൊരു ആൽഫ പാർട്ടിക്കിളാണ്, അതിനെ ഒരു ഗോൾഡ് ഫോയിലായിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുകയാണ്. ആൽഫ പാർട്ടിക്കിൾസ് were obtained from a radioactive element radium enclosed in a box of lead. അതൊരു ലെഡ് ബോക്സിൽ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആയിട്ടുള്ള റേഡിയത്തിൽ നിന്നാണ് നമുക്ക് ആൽഫ പാർട്ടിക്കിൾസ് കിട്ടിയത്. ആ ആൽഫ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ തിൻ ഗോൾഡ് ഫോയിലായിട്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചത്. ആഫ്റ്റർ പാസിംഗ് ത്രൂ എ സ്ലിറ്റ്, these particles in the form of rays were made to strike on a thin gold foil. അതിൻ്റെ തിക്നെസ് പറഞ്ഞിട്ടുണ്ട്. These particles got scattered and were made to fall on a circular screen coated with zinc sulfide. Zinc blend എന്നും പറയും. This helped in the identifying these particles. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു സ്ലിറ്റിൽ കൂടെ ഇത് പാസ് ചെയ്തു. ഇത് കണ്ടു, ലെഡ് ബ്ലോക്കാണ്. ഇത് ലെഡ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആയിട്ടുള്ള റേഡിയം ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ആൽഫ പാർട്ടിക്കിൾസ് കിട്ടുന്നത്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിനെ സ്ലിറ്റിൽ കൂടെ നമ്മൾ കടത്തി വിട്ടു. അങ്ങനെ കടത്തി വിട്ടതിന് ശേഷം ഈ പാർട്ടിക്കിൾ റേസിൻ്റെ ഫോമിൽ വന്നിട്ട് ഈ തിൻ ഗോൾഡ് ഫോയിലിന്മേൽ സ്ട്രൈക്ക് ചെയ്യിപ്പിച്ചു, ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്തുണ്ടായി, ചില പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്ത് പോയി. എന്നിട്ട് ഈ സർക്കുലർ സ്ക്രീൻ കണ്ടു, അത് സിങ്ക് സൾഫൈഡായിട്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞത് ബ്ലാക്ക് കളറല്ല, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലാക്കൻ ചെയ്തതാണ്. ഇത് വൈറ്റ് കളറാണ് കേട്ടോ. സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. അത് പഠിക്കണ്ട, ജസ്റ്റ് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് കളറല്ല, സിങ്ക് സൾഫൈഡിന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സിങ്ക് സൾഫൈഡായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഈ സർക്കുലർ സ്ക്രീനിലേക്ക് ഈ പാർട്ടിക്കിൾസ് വീണപ്പോഴാണ് നമുക്ക് ഈ പാർട്ടിക്കിൾസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഇനി അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻസ്. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, when they strike the circular screen, flashes of light are produced, scintillation. അതാണ് നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്തു. പാർട്ടിക്കിൾസ് ഇവിടെ വീഴുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കണമെന്ന് പറഞ്ഞില്ലേ. ഈ പാർട്ടിക്കിൾസ് ഇവിടെ വീഴുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ, ഈ സർക്കുലർ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്ത് അവർ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണതിനെയാണ് സ്കിൻഡിലേഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്തോ ഒരു പാർട്ടിക്കിൾ അവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ആയി നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻസ് നോക്കാം. ജൂലൈ 2019 ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒബ്സർവേഷൻസ് എഴുതാൻ പറഞ്ഞിട്ട്, റുദർഫോർഡിൻ്റെ ഒബ്സർവേഷൻസ് എഴുതാൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിക്കണം. ഒബ്സർവേഷൻ, പോസ്റ്റുലേറ്റ്സ്, കൺക്ലൂഷൻസ് ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. Most of the alpha particles pass through the foil without any deflection. 99%ഉം ആൽഫ പാർട്ടിക്കിൾസ്, 99% എഴുതേണ്ട ആവശ്യമില്ല. കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും ഫോയിലിൽ കൂടെ പാസ് ചെയ്ത് ഡിഫ്ലക്ഷൻ ഇല്ലാണ്ടാണ്. ഡിഫ്ലക്റ്റ് ചെയ്തൊന്നും പോവാണ്ട്, എവിടേക്കും തട്ടി പോവാണ്ട് നേരെ പോയാണ് അവർ ആ ഫോയിലിൽ കൂടെ പാസ് ചെയ്തത്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് കൺക്ലൂഷൻ എളുപ്പമായിട്ട് പഠിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് അറ്റ് സ്മോൾ ആംഗിൾസ്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിലായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. വെരി വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് അറ്റ് ലാർജ് ആംഗിൾസ് ആൻഡ് സം ഓഫ് ദം ഡിഫ്ലക്റ്റഡ് ബൈ. വളരെ കുറച്ച്, അതായത് 20,000-ൽ ഒരെണ്ണമൊക്കെ വെരി വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് നല്ല ലാർജ് ആംഗിൾസിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഡിഫ്ലക്റ്റ് ചെയ്യാനും തുടങ്ങി. അതായത് തിരിച്ചു പോയത് തിരിച്ചു വരാനും തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ 3 ഒബ്സർവേഷൻസ് തേറോ ആയി പഠിച്ചു കഴിഞ്ഞാൽ കൺക്ലൂഷൻ വളരെ എളുപ്പമാണ്. കൺക്ലൂഷൻ എന്നല്ല, പോസ്റ്റുലേറ്റ്സും വളരെ എളുപ്പമാണ് റുദർഫോർഡിൻ്റെ. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 2019-ലും സെപ്റ്റംബർ 2010-ലും പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്നതാണ് കൺക്ലൂഷൻസ് എഴുതാൻ പറഞ്ഞിട്ട്. ഫസ്റ്റത്തെ നോക്കാം. നമ്മൾ ഫസ്റ്റത്തെ പോയിന്റ് എന്താ പറഞ്ഞത് ഒബ്സർവേഷനിൽ, കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും ഫോയിലൂടെ പാസ് ചെയ്തേക്കുന്നത് ഡിഫ്ലക്ഷൻ ഇല്ലാണ്ടാണെന്നാണ്. അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് കൺക്ലൂഷനും. സിൻസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദി ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആറ്റം ഇസ് എംപ്റ്റി. അങ്ങനെ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് ആൽഫ പാർട്ടിക്കിൾസ് ഫോയിലിൽ കൂടെ പാസ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലാക്കി? അതിൽ നിന്ന് ആറ്റത്തിലെ കൂടുതൽ സ്പേസും എംപ്റ്റി ആണെന്ന് മനസ്സിലാക്കി. ആര്? റുദർഫോർഡ്.
രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത് ഒബ്സർവേഷൻസിൽ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോയിന്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് കൺക്ലൂഷനും. സിൻസ് ആൽഫ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളതിനെ റിപ്പൽ ചെയ്യാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സെൻറ്ററിന് തന്നെ പറ്റുള്ളൂ അല്ലേ. ദേ കുഡ് ബി ഡിഫ്ലക്റ്റഡ് ഓൺലി ബൈ സം അതർ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ. The alpha particles deflected at small angles are those which pass near to the positive center. അപ്പോൾ അങ്ങനെ ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിലെങ്കിലും ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അത് ആ പോസിറ്റീവ് സെൻറ്ററായിട്ട് അതിൻ്റെ അടുത്തിൽ കൂടെ പോകണം അല്ലേ. അപ്പോൾ അങ്ങനെ അടുത്തിൽ കൂടെ പോയിണ്ടാവുന്നതാണ് റുദർഫോർഡിൻ്റെ രണ്ടാമത്തെ കൺക്ലൂഷൻ. ഇപ്പോൾ മൂന്നാമത്തെ ഒബ്സർവേഷൻ നമ്മൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ വളരെ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു ആൻഡ് സം ഓഫ് ദം ഡിഫ്ലക്റ്റഡ് ബാക്ക് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മൂന്നാമത്തെ കൺക്ലൂഷനും. ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് അറ്റ് ലാർജ് ആംഗിൾസ് ആർ ദോസ് വിച്ച് മെയ്ഡ് ഡയറക്റ്റ് കൊളീഷൻ വിത്ത് ദ പോസിറ്റീവ് സെൻറ്റർ. Rutherford called this positive center as nucleus. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾസ് ആരായിരുന്നു? പോസിറ്റീവ് സെൻറ്ററായിട്ട് ഡയറക്റ്റായിട്ട് കൊളൈഡ് ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പോൾ ആ പോസിറ്റീവ് സെൻറ്ററിനെ റുദർഫോർഡ് എന്ത് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഇനി നാലാമത്തെ പോയിന്റ്, സിൻസ് ദ നമ്പർ ഇസ് വെരി ലോ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ പോസിറ്റീവ് സെൻറ്റർ ഇസ് വെരി സ്മോൾ. അവരുടെ എണ്ണം കുറവായ കാരണം, ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തതിൻ്റെ എണ്ണം കുറവായ കാരണം ഈ പോസിറ്റീവ് സെൻറ്റർ ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് വളരെ ചെറുതായിരിക്കും അല്ല. ചെറുതായതുകൊണ്ടല്ല അധികം ഡിഫ്ലക്ഷൻസ് ഒന്നും നടക്കാണ്ടിരുന്നത്. അപ്പോൾ അതാണ് നാലാമത്തെ പോയിന്റ് പറയണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒബ്സർവേഷൻസ് നിങ്ങൾ മര്യാദയ്ക്ക് തെറോ ആയി പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കൺക്ലൂഷൻസ് എളുപ്പമാണ്. കൺക്ലൂഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്ലേറ്റ്സ് വളരെ വളരെ എളുപ്പമാണ്. കാരണം ഇതും ഒന്നുകൂടി ഷോർട്ടൻ ചെയ്തിട്ടാണ് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത്. എപ്പോഴാണ് പോസ്റ്റ്ലേറ്റ് ചോദിച്ചിട്ടുള്ളത്? മാർച്ച് 2015 2011 ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. നമ്മൾ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ പറഞ്ഞത്? സിൻസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദി ഫോയിൽ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് എംപ്റ്റി അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്താണ്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഇസ് എംപ്റ്റി. അതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. സെക്കൻഡ്, ദ ഹോൾ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ റീജിയൻ അറ്റ് ദ സെൻറ്റർ നോൺ ആസ് ന്യൂക്ലിയസ്. മൊത്തത്തിലുള്ള മാസും ആ പോസിറ്റീവ് ചാർജൊക്കെ ഒരു സെൻറ്ററിൽ ഒരു ചെറിയ റീജിയനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ റീജിയനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് എൻ ആറ്റം. ആ മൊത്തം ആറ്റത്തിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ സൈസ് ആണെന്ന് വളരെ ചെറുതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ആറ്റം. പല ആറ്റത്തിനും പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അടുത്തത്, ന്യൂക്ലിയസ് ഇസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ വിച്ച് ബാലൻസ് എ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അതിനെ ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടാണ് പോണേ. അപ്പോൾ എന്താണ്? സോ ആൻ ആറ്റം ആസ് എ ഹോൾ ഇസ് ന്യൂട്രൽ. അപ്പോൾ ആറ്റം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ന്യൂട്രൽ ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ആറ്റം ന്യൂട്രൽ ആവും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ് ഇസ് ബാലൻസ്ഡ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി റിവോൾവിംഗ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് ആണ്, ന്യൂക്ലിയസ് പോസിറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം അതിനെ ബാലൻസ് ചെയ്യണത് ആരാ? അങ്ങനെ ഒരു അട്രാക്ഷനെ ബാലൻസ് ചെയ്യണത് ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസ് മിഡിലല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസിലേക്കുള്ള ഒരു അട്രാക്ഷനാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അങ്ങോട്ട് വലിക്കണേനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുക, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിങ് അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത്, അപ്പോൾ നമ്മുടെ റുദർഫോർഡിൻ്റെ ഒബ്സർവേഷൻ കഴിഞ്ഞു, കൺക്ലൂഷൻ കഴിഞ്ഞു, പോസ്റ്റ്ലേറ്റ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും. According to Newton's corpuscular theory, he considered light as a stream of particles called corpuscles of light. ന്യൂട്ടൻ്റെ corpuscular theory പ്രകാരം ആൾ ലൈറ്റിനെ പാർട്ടിക്കിൾസിൻ്റെ ഒരു കൂട്ടം അങ്ങനെയാണ് കണ്ടത്. അതിനെയാണ് corpuscles of light എന്നാണ് വിളിച്ചത്. This theory could explain the reflection and refraction and could not explain diffraction and interference. ഈ തിയറിക്ക് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, പക്ഷേ ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക അല്ലേ. അബ്സോർബ് ചെയ്യാണ്ട്, ലൈറ്റ് അബ്സോർബ് ചെയ്യാണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തേക്ക് പോകുന്ന ലൈറ്റ് റേനെയാണ് റിഫ്രാക്ഷൻ. ആ ഒരു പ്രോസസ്സിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്ലി ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തേക്ക് പോകുമ്പോഴാണ് റിഫ്രാക്ഷൻ എന്ന് പറയാം. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ബെൻഡിങ് ഓഫ് വേവ്സ് അറൗണ്ട് ദ കോർണേഴ്സ് ഓഫ് എൻ ഒബ്സ്റ്റക്കിൾ. ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ
ചുറ്റിനും ബെൻഡ് ചെയ്ത് ആ വേവ് പോണേനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുക. ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ സെയിം മീഡിയത്തിൽ തന്നെയാണ് നടക്കുക, സെയിം ഫ്രീക്വൻസിയിൽ തന്നെയാണ് നടക്കുക. അപ്പോൾ കോമ്പിനേഷൻസ്, അതായത് രണ്ടോ അതിൽ കൂടുതലോ വേവ്സ് കമ്പൈൻ ചെയ്ത് ഒരു ഇൻഡിവിജ്വൽ വേവ് ആയിട്ട് പോണേനെയാണ്, സെയിം മീഡിയത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെയാണ് ഇൻ്റർഫെറൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ആൾക്ക് റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, പക്ഷേ ഡിഫ്രാക്ഷനോ ഇൻ്റർഫെറൻസോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ ടേംസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. This theory was modified by the wave theory, which considers light to be a form of wave motion. അപ്പോൾ ഈ തിയറിനെ മോഡിഫൈ ചെയ്തിട്ടാണ് വേവ് തിയറി വന്നത്. അത് ലൈറ്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തു? വേവ് മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. വേവ്സ് ആർ characterized by wavelength, frequency, velocity, amplitude and wave number. വേവ്സിനെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി, ആംപ്ലിറ്റ്യൂഡ്, വേവ് നമ്പർ എന്നീ തരത്തിലാണ്. ഇനി ഫ്രീക്വൻസിയും വെലോസിറ്റിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്, നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടത്, അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. മ്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ, അതാണ് റിലേഷൻ. മ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്, സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. മ്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ഹേർട്സിൽ അല്ലെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡിലാണ് ഡിനോട്ട് ചെയ്യാൻ, യൂണിറ്റ് എന്ന് പറയുന്നത് അതാണ്. വേവ് ലെങ്ത് മീറ്ററിലും വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലും. സി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, അത് 3 × 10⁸ ആണ് വാല്യൂ. ഇനി കുറച്ച് കൺവേർഷൻസ് പഠിക്കാനുണ്ട്. 1 നാനോമീറ്റർ NM എന്ന് എഴുതും. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ്. 1 ആൻസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. 1 പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻12 മീറ്റർ ആണ്. ഈ കൺവേർഷൻസ് നന്നായി പഠിച്ചു വെച്ചോളൂ, ബിക്കോസ് നമുക്കിത് പ്രോബ്ലത്തിൽ യൂസ്ഫുൾ ആയിരിക്കും. ലൈറ്റ് വേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ നേച്ചർ. ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. An important property of electromagnetic wave is that all electromagnetic radiation travel with the same velocity. അപ്പോൾ ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ആണ് നേച്ചറിൽ, അല്ലേ? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു മെറിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും ഒരേ വെലോസിറ്റിയിലാണ് പോവുക. ആ വെലോസിറ്റി അവർ ഏത് വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്? ലൈറ്റിൻ്റെ വെലോസിറ്റി, അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് കേട്ടോ. ദേ റിക്വയർ നോ മീഡിയം ഫോർ ദിയർ ട്രാൻസ്മിഷൻ. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. The arrangement of different electromagnetic radiations in the increasing order of wavelength or decreasing order of frequency ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പലതുണ്ട്, അല്ലേ? അതിനൊന്നല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുക. ആ അറേഞ്ച്മെൻറ്റാണ് ഇത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് ഫിസിക്സിലായാലും 12th ഫിസിക്സിലായാലും ഇപ്പോഴത്തെ കെമിസ്ട്രിയിലായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. Cosmic ray lesser than gamma ray, lesser than X-ray, lesser than UV ray, lesser than invisible ray, lesser than infrared ray, lesser than microwave, lesser than radio wave. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാ? റേഡിയോ വേവിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. ഓക്കെ, ഇതാ ഒരു ഡയഗ്രാം നോക്കൂ, ഒരു ടെക്സ്റ്റഡ് ഡയഗ്രാം ആണ് കേട്ടോ. നോക്കൂ, ഇത് ലാംഡ എന്ന് പറഞ്ഞാൽ എന്തിനാണ് കാണിക്കുന്നത്? വേവ് ലെങ്ത്തിനെയാണ് കാണിക്കേണ്ടത്. ഇത് ന്യൂ എന്ന് പറഞ്ഞാൽ എന്തിനാണ് കാണിക്കുന്നത്? ഫ്രീക്വൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയാണ് കാട്ടുന്നത്, ഇവിടെ വേവ് ലെങ്ത് ആണ് കാട്ടുന്നത്. ഉണ്ടോ? ഇത് വേവ് ലെങ്ത് ഇൻക്രീസ് ആയി പോണതാണ്, ഇത് ഫ്രീക്വൻസി ഡിക്രീസ് ആയി പോണതാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇൻക്രീസ് ആയി പോകുന്ന വേവ് ലെങ്ത്തിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഡിക്രീസ് ആയി പോകുന്ന ഫ്രീക്വൻസിനെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ആ സ്പെക്ട്രത്തെയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാ? റേഡിയോ വേവിന്. ഏറ്റവും കുറവോ? ഗാമാ റേ. എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ആർക്കാ? ഗാമാ റേ. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളതോ? റേഡിയോ വേവ്. അപ്പോൾ ഇവിടെ വിസിബിൾ റേയിലാണ്, ആ വിസിബിൾ സ്പെക്ട്രത്തിലാണ് നമുക്ക് പല കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി സോളാർ സ്പെക്ട്രം ആൻഡ് അറ്റോമിക് സ്പെക്ട്രം. When a beam of sunlight is passed through a spectrum, it splits into 7 colors having different wavelength. ഒരു സൺലൈറ്റിൻ്റെ ബീം, സൂര്യപ്രകാശം ഒരു സ്പെക്ട്രത്തിൽ കൂടെ പാസ് ചെയ്താൽ അത് പല വേവ് ലെങ്ത് ഉള്ള 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ആവും.
This process of splitting up of light into radiations of different wavelengths is called dispersion. ഇങ്ങനെ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് വേവ് ലെങ്സ് ഉള്ള റേഡിയേഷൻസ് ആക്കി മാറ്റുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയാം. ആൻഡ് ദ പാറ്റേൺ ഓഫ് റേഡിയേഷൻ ഒബ്റ്റെയിൻഡ് ഇസ് സ്പെക്ട്രം. അങ്ങനെ കിട്ടുന്ന റേഡിയേഷൻ്റെ പാറ്റേണാണ് സ്പെക്ട്രം എന്ന് വിളിക്കുക. ഓക്കെ. In case of sunlight, the spectra appears without any gap. Such a spectrum is known as continuous spectrum. സൺലൈറ്റിൻ്റെ കേസിൽ സ്പെക്ട്ര ഗ്യാപ്പ് ഇല്ലാണ്ടാണ് വരിക. അപ്പോൾ അതിനെ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കും. When element is excited either by heat or by passing electric discharge, light is emitted. അപ്പോൾ ഒരു എലമെൻറ്റിനെ നമ്മൾ ഹീറ്റ് വഴി എക്സൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, ഒരു മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കും, അതിനെ അവിടെ നിന്ന് ഇളക്കുക. അപ്പോൾ ഹീറ്റ് വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് വഴിയോ നമ്മളൊരു എലമെൻറ്റിനെ എക്സൈറ്റ് ചെയ്താൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. When this light is passed through a spectroscope, the spectra obtained consist of a number of sharp, well-defined lines. അങ്ങനെ ഈ ലൈറ്റ് സ്പെക്ട്രോസ്കോപ്പിക്കൂടെ പാസ് ചെയ്താൽ സ്പെക്ട്രയിൽ കുറേ ഷാർപ്പ് വെൽ ഡിഫൈൻഡ് ലൈൻസ് കിട്ടും. അത്തരത്തിലുള്ള സ്പെക്ട്രേനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈൻ സ്പെക്ട്ര അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്ര എന്ന് പറയാം. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ. ഓക്കെ, ഈച്ച് എലമെൻറ്റ് ഇസ് ഗിവൺ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്ര. ഓരോ എലമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള സ്പെക്ട്രകളുണ്ട്. ആ റേഡിയേഷൻ്റെ പാറ്റേണിനെയാണ് സ്പെക്ട്ര എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ എലമെൻറ്റിനും അതിൻ്റേതായ സ്പെക്ട്ര ഉണ്ട്. അപ്പോൾ hence by analyzing the spectra obtained we can identify the element. Hence atomic spectra is known as fingerprint of atoms. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ സ്പെക്ട്ര അനലൈസ് ചെയ്തിട്ട് നമുക്ക് എലമെൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അറ്റോമിക് സ്പെക്ട്രേനെ അവർ പറയുന്ന പേരാണ് ഫിംഗർ പ്രിൻ്റ് ഓഫ് ആറ്റംസ്. നമ്മൾ ഫിംഗർ പ്രിൻ്റ് ചെയ്യുന്നത് എന്തിനാണ്, ആരാണ് ആളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഫിംഗർ പ്രിൻ്റ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അറ്റോമിക് സ്പെക്ട്രയാണ്. ഇനി അടുത്ത ടോപ്പിക് ഹൈഡ്രജൻ സ്പെക്ട്ര. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ പാസിംഗ് ദ ലൈറ്റ് through a spectroscope. അങ്ങനെ ലൈറ്റ് കിട്ടിയത് obtained by taking hydrogen in the discharge tube at high potential and low pressure. ഹൈ പൊട്ടൻഷ്യലിലും ലോ പ്രഷറിലും വഴി ഹൈഡ്രജൻ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ എടുക്കുമ്പോഴാണ് ലൈറ്റ് കിട്ടുന്നത്. ആ കിട്ടിയ ലൈറ്റിനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിലേക്ക് പാസ് ചെയ്യണം. അങ്ങനെ സ്പെക്ട്രോസ്കോപ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ദ സ്പെക്ട്ര ഒബ്റ്റെയിൻ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ലൈൻസ് വിച്ച് അപ്പിയർ ഇൻ 5 ഡിഫറെൻറ്റ് സീരീസ്. അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രയിൽ കുറേ ലൈൻസ് ഉണ്ടാവും. അത് 5 ഡിഫറെൻറ്റ് സീരീസിലായിട്ടാണ് നമുക്ക് കാണാം. ഏതാണ് 5 ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, ഇതിൽ ലൈമൻ സീരീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 5 സീരീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി തുടർന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവരെ നമുക്ക് ആവശ്യമുണ്ട്. ലൈമൻ സീരീസ് എന്ന് പറയുന്നത് UV റീജിയനിലാണ്. ബാൽമർ സീരീസ് എന്ന് പറഞ്ഞാൽ വിസിബിൾ റീജിയനിലാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ നിയർ ഇൻഫ്രാറെഡിലാണ്. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഇൻഫ്രാറെഡിലാണ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫാർ ഇൻഫ്രാറെഡ്. എന്നാൽ ഇത് 3ഉം ഇൻഫ്രാറെഡ് റീജിയൻസിലാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് കുറച്ചും കൂടി ഹയർ ലെവലാണ്, നിയറും പ്രോപ്പർ ഫാറൊക്കെ. ജസ്റ്റ് മനസ്സിലാക്കുക, പാഷനും ബ്രാക്കറ്റും ഫണ്ടും ഇൻഫ്രാറെഡ് റീജിയൻസിലാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ബാൽമർ ഷോഡ് ദാറ്റ് ഈച്ച് ലൈൻ ഇൻ വിസിബിൾ റീജിയൻ ഒബേ എൻ ഇക്വേഷൻ. ബാൽമർ എന്ത് പറഞ്ഞു, വിസിബിൾ റീജിയനിൽ മാത്രം കേട്ടോ, UVയിലൊന്നല്ല, വിസിബിൾ റീജിയനിൽ മാത്രം ഓരോ ലൈനും ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് 1/λ അല്ലെങ്കിൽ ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 109,678 × 1/2² - 1/n². അതാണ് ആൾ പറഞ്ഞ ഇക്വേഷൻ. വിസിബിൾ റീജിയനിൽ മാത്രം ഓരോ ലൈനും ഒബേ ചെയ്യുന്ന ഇക്വേഷനാണ് ബാൽമർ പറഞ്ഞത്. അതാണ് ഈ ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷനെക്കാട്ടും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക റിഡ്ബർഗ് ഉണ്ടാക്കിയ ഈ ഇക്വേഷനാണ്. Later, Rydberg gave an equation which is applicable to all the lines in different series. The equation is known as Rydberg equation. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണത്? കാരണം റിഡ്ബർഗ് ഈ ഇക്വേഷൻ തന്നപ്പോൾ ആൾ പറഞ്ഞിരുന്നു ഏതൊരു സീരീസിലെ എല്ലാ ലൈൻസും ഒബേ ചെയ്യണ ഇക്വേഷനാണിതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്ത് ചെയ്തു, റിഡ്ബർഗ് ഇക്വേഷൻ ചെയ്തു. വലിയ വ്യത്യാസമൊന്നുമില്ല, 1/λ ആണ്. ആ 109,678 എന്നുള്ളത് ആൾ RH എഴുതി. അതിനെന്നിട്ട് റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. എന്നിട്ട് ആ 2² പകരം n1² എന്നും n² പകരം n2² എന്ന് ഇട്ടു. അത്രയുള്ള ഡിഫറൻസ്. അപ്പോൾ 1/λ = RH × 1/n1² - 1/n2² ആണ് റിഡ്ബർഗ് ഇക്വേഷൻ. n2 എന്ന് പറയുന്നത് എപ്പോഴും n1-നെക്കാട്ടും ഗ്രേറ്റർ ആവും. ഇനി എന്താണ് ഈ n2, n1, ലാംഡ എന്താണെന്ന് നിങ്ങൾക്കറിയാം. RH ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്. 1/λ എന്ന് പറയുമ്പോൾ അത് വേവ് നമ്പറാണ് അല്ലെങ്കിൽ മ്യൂ ഡാഷ് ആണ്. RH എന്ന് പറയുമ്പോൾ അത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്, 109,678 cm⁻⁻1. അതാണ് അതിൻ്റെ യൂണിറ്റ്. n1 എന്ന് പറയുന്നത് ലോവർ ലെവലാണ്, n2 എന്ന് പറയുന്നത് ഹയർ ലെവലാണ്. ഈ ഹയർ ലെവലിൽ നിന്നാണ് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുക. ഓക്കെ,
ഇനി അടുത്ത ടോപ്പിക്ക് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ആണ്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും പിന്നെ ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടിൽ ദെൻ താങ്ക് യു.